ചപ്പാത്തിക്ക് ഇതിൻ്റെ റോളിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കണം. അതിന് നമ്മൾ ആട്ട കുഴച്ച് നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതൊന്ന് പരത്താനുള്ള നമുക്ക് 4 എണ്ണം ഉണ്ടാക്കണം. ഞാൻ അന്നേരം നമുക്ക് ആ റൊട്ടി ഒന്ന് പരത്തിയെടുക്കണം. ഇതിൻ്റെ ബേസിക്ക് ഇതിൻ്റെ റൊട്ടി മൈദ കൊണ്ടായിരുന്നു ഞാൻ കുഴച്ച് വെച്ചിരുന്നത്. മൈദായി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പം നമുക്കിനി റൊട്ടിയുടെ ഒന്നും പരത്തിയെടുക്കാം. എത്രയും തിന്നായിട്ട് കട്ടി കുറഞ്ഞ് പരത്തുന്ന അത്രയും നല്ലതാണ്. മൈദ ഇല്ലേ, അതുപോലെ നമ്മൾ റോള് വെക്കേണ്ടതുകൊണ്ട് എത്രയും കട്ടി കുറച്ച് വലുതാക്കി എടുക്കുന്നു അത്രയും നല്ലത്. നമുക്കിതിനകത്ത് മുട്ട പൊട്ടിച്ചൊഴിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ വലിപ്പത്തിൽ നമുക്കിത് ചുരുട്ടണമല്ലോ. അതിനു വേണ്ടി നമ്മൾ എത്ര വലുതാക്കുന്ന അത്രയും നല്ലത്. നമ്മുടെ ഒരെണ്ണം അങ്ങനെ നമ്മൾ റോൾ അങ്ങനെ ഇതെല്ലാം ശരിയാക്കി നമുക്കിത് ചീനിച്ചട്ടിയിലോട്ടൊന്നിടാം. ഞാൻ അത് പരത്തി നമ്മൾ ഈ ചീനിച്ചട്ടിയിലോട്ടൊന്നിടാം. ഇനി ഇത് 2 വശമൊന്ന് മൂക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്തതൊരെണ്ണം കൂടെ പരത്താം. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് കൂടുതൽ ഈ റോളുണ്ടായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അവിടുന്ന് കഴിച്ചിട്ടുണ്ടത്. അപ്പം നമുക്ക് 2 സൈഡും ഒന്ന് തിരിച്ചെടുക്കാം. നമുക്ക് 2 സൈഡും ഒന്ന് തിരിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ 2 സൈഡും ഒന്ന് മൂക്കട്ടെ. നമ്മൾ വെറും കട്ടി കുറച്ചാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ നമ്മൾ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ മുട്ടയൊന്ന് ഒഴിക്കാം. അപ്പം നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഇതിൻ്റെ മണ്ടയ്ക്കോട്ടൊന്ന് ഒഴിക്കാം. മുട്ട പൊട്ടിച്ച് നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒഴിച്ചു. നമ്മുടെ മുട്ട നമ്മളിങ്ങനെ അതൊന്ന് വേവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചട്ടുകം വെച്ചിങ്ങനെ ഒന്ന് അതിനകത്തെ ഉണ്ണിയൊന്ന് പൊട്ടണമല്ലോ. ഉണ്ണി പൊട്ടിയിട്ടില്ല. അത് നമുക്കിങ്ങനെ ഒന്ന് ആക്കാം. റോളിൻ്റെ പുറത്തെപ്പോഴും അത് വേണമല്ലോ, അങ്ങനെ ഇരിക്കണം. നമ്മളിങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ആ എല്ലാ സൈഡിലും ആ മഞ്ഞ അതങ്ങനെ പറ്റിയിരുന്നു. ഇച്ചിരി പുറത്തോട്ടൊക്കെ പോയെങ്കിലും സാരമില്ല. നമ്മളത്ര എക്സ്പേർട്ടൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത്. അത് ഇനി നമുക്ക് അതൊന്ന് അവിടെ ഒന്ന് വാടിയിട്ടുണ്ടല്ലോ, അതൊന്നിങ്ങനെ ഒന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് കൊടുത്താൽ അതിനകത്തോട്ട് നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ടൊമാറ്റോൻ്റെ സോസും ഇതൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇച്ചിരി ഇങ്ങനെ ഇതിനകത്ത് ഇട്ടുണ്ടാകും.
പിന്നെ നൂഡിൽസാണ് ഒന്നുകൂടെ നല്ലത്. അപ്പം നമുക്ക് അതിങ്ങനെ ഒന്ന് വെക്കാം. നൂഡിൽസ് ഇപ്പം ഓരോരുത്തരുടെ ഇഷ്ടം, ഏറെ വെക്കണമെങ്കിൽ ഏറെ വെക്കാം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ മുട്ട റെഡിയായത്. ഇപ്പം നമുക്ക് എന്നിട്ട് ഈ വശം ഇങ്ങനെ ഒന്ന് ചരിക്കുക. എന്നിട്ട് ഈ വശം നമ്മുടെ ഈ ചൂടായിട്ട് തന്നെ നമ്മൾ രണ്ട് വശവും നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് റോഡ് പോലെ നമുക്ക് ചുരുട്ടിയെടുക്കാം. പക്ഷേ ഇപ്പം ചൂടാകുകൊണ്ട് ഞാൻ ഇപ്പം ചുരുട്ടി ഇങ്ങനെ ഒരു വശം കൂടെ ചുരുട്ടി നമ്മുടെ റോളല്ല നമുക്കിങ്ങനെ ഇങ്ങനെ നമ്മൾ ഒരു റോള് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരെണ്ണം കൂടെ ഒന്ന് ചൂടാം. ഒന്ന് പാടുമ്പോഴത്തേക്കും ഇപ്പുറം കൂടെ ഒന്ന് തിരിച്ചിടും. തിരിച്ചിട്ടുകൊണ്ടേ ഇരിക്കണം. ഗ്യാസ് ഒന്ന് കൂട്ടി വെച്ചിട്ട് അത് ഒരു മുട്ടയോ 2 മുട്ടയോ ഒക്കെ ചേർക്കാം. ഇനി നമുക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് നമ്മുടെ ഉള്ളി ഒന്ന് പൊട്ടിച്ച് ഇതിനകത്തോട്ടുണ്ട് ഇങ്ങനെ ഒന്നിടും. തീ സിമ്മിലായിട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ കരി ഉണ്ടായിരുന്നു. ഈ സൈഡ് ഇങ്ങനെ ഒന്ന് അറ്റത്തോട്ടാക്കി വെക്കും. ഇപ്പുറത്ത് നമ്മളെ ഇവിടെ മുട്ടയൊന്ന് ഫ്രീയാവുന്നതെന്ന് നോക്കാം. മുട്ട തിരിച്ചിട്ടിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ അവിടെ നമുക്ക് പുറത്തോട്ടൊന്നും കൂടെ ചേർക്കാം. എന്നിട്ട് ഇപ്പുറത്തുനിന്ന് ഒന്ന് മടക്കി പുറത്തു ചൂടാകുകൊണ്ടാണ് ഞാൻ മടക്കാത്തത്. അപ്പം നമ്മുടെ റോളെല്ലാം നമ്മൾ ഗ്യാസ് അങ്ങ് നിർത്തി. ഇനി നമ്മുടെ റോള് നമ്മളെല്ലാം റെഡിയായി. ഇനി നമുക്ക് ഒരു അടുപ്പിലോട്ടൊന്ന് വെക്കാം. എന്നിട്ട് നമുക്ക് ഇച്ചിരി ടൊമാറ്റോ സോസ് ഇങ്ങനെ ഒന്ന് ഒഴിക്കാം.
ഏത് സോസ് വേണമെങ്കിലും ഒഴിക്കാം. ടൊമാറ്റോറിൻ്റെയോ ഇതിൻ്റെയോ കെച്ചപ്പ് ഏതും നമുക്ക് ഇച്ചിരി കെച്ചപ്പ് ഇതിൻ്റെ അത് ഒഴിക്കും. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നല്ല അടിപൊളിയാണ് കഴിക്കാൻ. ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ട് സബ്സ്ക്രൈബും ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് എഴുതുക. ഓക്കെ.